Friday clock just hit 5. Shake the week. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കാറിൽ വെച്ച് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഹൈസുവിന് ഫുഡ് കൊടുക്കുകയാണ്. ഹൈസോടെ ഉണ്ട്. ഹൈസു ഹായ് പറഞ്ഞു. ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു രാത്രി. അപ്പോൾ കാറൊക്കെ സെറ്റാക്കി ഇട്ടേക്കാണ്. അപ്പോൾ മദറിൻ്റെ ഫാമിലിയുടെ കൂടെ പോകണം. അപ്പോൾ ആലപ്പുഴ ഹൗസ് ബോട്ടില്ലേ, അപ്പോൾ അവിടെ അങ്ങോട്ടാണ് പോണത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണം അമർത്തുക. അപ്പോൾ ഡു വാച്ച് മൈ വ്ളോഗ് ആൻഡ് ബി വിത്ത് മീ. അപ്പോൾ ഞങ്ങൾ റെഡിയായി, കോസ്റ്റ്യൂമൊക്കെ ഇട്ടല്ല ഒരു റെഡിയായി സെറ്റായിട്ടേക്കാണ്. അപ്പോൾ അവരും എപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഒരു 10:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണമെന്നാട്ടോ അവർ പറഞ്ഞിരുന്നത്. ഒരു 10:30 to 5 അങ്ങനെയാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത്. ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി ഇങ്ങനെ കാറിൽ കയറിയിട്ടോ. ഞങ്ങൾ പങ്ക്ച്വാലിറ്റി കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വൈകി. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് ഞങ്ങൾ 10-12 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് ആ ഇന്നോവയെ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴഞ്ചലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഒളിക്കുകയും കിടക്കാം. അതാണ് ഞങ്ങളുടെ മോട്ടോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ സൈഡായി. യാത്ര ഉണ്ടല്ലോ, കാറ്റടിച്ച് രണ്ടുപേരും പതുക്കെ സൈഡായിട്ടോ. ഞങ്ങളിങ്ങനെ യാത്രയിൽ മുഴുകിക്കൊണ്ടിരിക്കുക. കുറച്ച് കോമഡി ട്രാജഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. ഞാൻ നടക്കാണ്. അങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നല്ലേ, 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര. അപ്പോൾ ഒരു നാണം വന്നു. ഷീസ് എന്താണ് പേര്? ഞങ്ങൾ എന്നിട്ട് ബോട്ടിലേക്ക് കയറാനുള്ള നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബോട്ടും അവിടെ നേരത്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ ഞങ്ങളുടെ ബോട്ടിലേക്കുള്ളതാണ്. ഞങ്ങളുടെ ബോട്ടിൻ്റെ പേര് എന്തോ ലേഡീസ് പാഡിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ കയറിയുള്ളൂ. പുരുഷ കേസുകളെല്ലാം അവിടെ സ്നാക്ക് വാങ്ങാൻ വേണ്ടി പിള്ളേരായിട്ട് ഇറങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് കയറിയപ്പോൾ തന്നെ ഒരു നല്ല അന്തരീക്ഷം. പിന്നെ ആദ്യമായിട്ട് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ നോക്കിയിട്ട് റൂമൊക്കെ അടിപൊളിയായിരുന്നു. 3 റൂംസ് ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റിനൊത്ത് നമുക്ക് സെറ്റപ്പായിട്ട് കിട്ടി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ റൂമൊക്കെ ചുറ്റി കണ്ടു. ഞാൻ സത്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും പിള്ളേരും ഓവർ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ സന്തോഷമായിട്ട് ഈ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഓരോ റൂം കണ്ടോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ഒരു 1.5 മണിക്കൂറുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് ടയേർഡാണ്. റൂമൊക്കെ ചുറ്റി കാണാൻ 3 റൂമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബാക്കി കാണാം. റൂംസിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഇതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടി വലുതായിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് ഈ റൂമാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. മൈ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോഴേക്കും നമുക്കവർ വെൽക്കം ഡ്രിങ്ക് തന്നു കേട്ടോ. ഞങ്ങളത് കുടിച്ചുകൊണ്ട് അപ്സ്റ്റേഴ്സ് പോയി. കുറച്ചുകൂടി നല്ല കാഴ്ചകൾ അപ്സ്റ്റേഴ്സ് ആയിരുന്നു. കാണാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പുരുഷ കേസരികൾ സ്നാക്കൊക്കെ വാങ്ങിച്ച് പിള്ളേരായിട്ട് അവർ ബോട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ അവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയും ഉമ്മയാണ് കൂടുതൽ കുറച്ചും കൂടി ഞങ്ങളെക്കാളും കൂടുതൽ ഹാപ്പി ആയിരുന്നത്. പിള്ളേരും ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷെ അവരങ്ങനെ പുറത്ത് പോകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ഞങ്ങൾ ചുറ്റിക്കണ്ട് റൂംസും എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കണ്ട് വർത്തമാനം പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു. എല്ലാവരും ഫോണെടുത്ത് പിക്ചർ ക്യാപ്ചർ ചെയ്യുക, അങ്ങനെ പല ഇതിലേക്കായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്പീഡ് ബോട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അത് ഓടിക്കണം കണ്ടപ്പോൾ ഞങ്ങൾക്കും ആഗ്രഹം അതിൽ കയറിയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ പിള്ളേരെ കേൾപ്പിച്ച് അമ്മായിനും ഉമ്മാനെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കയറുന്ന സേഫ്റ്റി ജാക്കറ്റ് അതിന് വേണ്ടി ഇട്ടുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് കേട്ടോ ഞങ്ങളെല്ലാവരിലും ഉണ്ട്. എനിക്കെപ്പോഴും ചെറിയ പേടി ഉണ്ടായിരുന്നു എന്താണെന്ന് ഓർത്ത്. ബട്ട് സ്റ്റിൽ ഹാപ്പി. കുഞ്ഞുമഴ ഇമ്പോർട്ടൻറ്റ് ജീൻസാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫോണോട് ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ പേരുണ്ടായിരുന്നു താഴ്ത്തി പോകുന്നത്. ബട്ട് ഓക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നല്ല ചോറ്, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, സാമ്പാർ, ചിക്കൻ കറി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. ഇത്
പച്ചിങ്ങ തോരനുണ്ടായിരുന്നു, പിന്നെ നല്ല കരിമീൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി കൂട്ടി ഞങ്ങളൊരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ബട്ട് അടിപൊളിയായിരുന്നു, ഒട്ടും മോശം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ സാധാരണ നോൺ വെജ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് കൂടുതലെടുക്കുക. എന്നാൽ ഞങ്ങൾ ചിക്കൻ കറി അധികം ആരും എടുത്തില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ പുളിശ്ശേരിയും പിന്നെ സാമ്പാറും തോരനൊക്കെ, അതൊക്കെ എല്ലാം കൂടി പൊടി പിടിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ലഞ്ച് ടൈം ആയപ്പോൾ ഒരു ബോട്ട് നിർത്തിയേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ കുട്ടനാടില്ലേ, അവിടെയാണ് നമ്മുടെ ബോട്ട് നിർത്തിയത് ലഞ്ച് ടൈം ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നടക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങിയില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രം. കാരണം കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട്. പിന്നെ ചെളിക്കൊണ്ട് വരുന്നു, ഇങ്ങനെ നല്ല ബ്ലോ പോലത്തെ ചെളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ, ഞാൻ സൂക്ഷിച്ചാട്ടോ നടക്കുന്നത്, കാരണം ഇങ്ങനത്തെ വഴിയാണ്. അപ്പോൾ പടക്കമെന്ന് പറഞ്ഞ് വീണ് ഇങ്ങനെ ചിലപ്പോൾ കാല് പൂണ്ടുപോകും. അതുകൊണ്ട് ക്യാമറ പിടിച്ച് നിലത്തോട്ടൊക്കെ നോക്കി കഷ്ടപ്പെട്ടൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ പച്ചപ്പാനന്ദത്തെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പച്ചപ്പ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടു. അങ്ങനെ എല്ലാവരും ഓരോ പൈനാപ്പിൾ ഇതും കഴിച്ചു. ഓരോ ബീസ് വെച്ച് പൈനാപ്പിൾ വെച്ച് കഴിച്ചു. പിന്നെ എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. റൂംസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ഉറങ്ങിയൊന്നുമില്ല, ബട്ട് ചുമ്മാ റെസ്റ്റ് എടുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹൈസൂന് പോയി ഫീഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബോട്ടുകാർ മൈക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ അതിൽ പാടി ആർമാദിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫാമിലിയായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് രസമല്ല, അവരായിട്ട് ഉള്ള മൊമെൻറ്റ്സും ഒക്കെ ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലൊരു ദിവസം തന്നെയാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലായിരുന്നു അന്ന്. ഞങ്ങൾ പിന്നെ പാട്ട് പാടാനുള്ള സാഹസത്തിലേക്കായി. എങ്ങനെയുണ്ടായി ഞങ്ങളുടെ പാട്ട്? കൊള്ളാവോ? അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ കഥയും പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരുന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ട് എന്ത് പെട്ടെന്ന് സമയം പോകണം. വീട്ടിലിരുന്ന് എത്ര പെട്ടെന്ന് സമയം പോവില്ല. അങ്ങനെ ഞങ്ങൾ ചായയും നല്ല ചൂട് പഴംപൊരിയ ചേട്ടന്മാർ തന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് പോകണമല്ലോ നമുക്ക് കൊടുക്കുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പായി. കാരണം സൺസെറ്റൊക്കെ ഞാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് 5 മണി വരെ ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയിരുന്നത്. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടായിട്ടോ. ഞങ്ങളിത് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തുള്ളൊരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് എടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല രസമായിരിക്കൂലേ, അതുപോലെ തന്നെ ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് സമയമായതുകൊണ്ട് ഞാൻ ഒരു ബോട്ട് അടുപ്പിക്കുക കേട്ടോ. ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ബോട്ട് അടുപ്പിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നത്. അങ്ങനെ പതുക്കെ എല്ലാവരും പെട്ടിങ് എടുക്കുകയും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുക പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും സൺസെറ്റ് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ അടുത്തുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ബീച്ചിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ബീച്ച് എത്തിയപ്പോഴത്തേക്കും മൈസൂർ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എണീപ്പിക്കുന്നില്ല, കാരണം ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂഡ് അടപടലം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് എണീപ്പിക്കാൻ നിന്നില്ല. തുമ്പിയൊക്കെ ഇതാ വെള്ളത്തിൽ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഹൈസ് എണീറ്റു. ആൾക്ക് വെള്ളം പേടിയായതുകൊണ്ട് ഇറക്കിയില്ല കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയായ വെള്ളം, അതുകൊണ്ട് തന്നെ അച്ചെടുത്തുകൊണ്ട് ഓടുന്ന കളിച്ച് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യയായിട്ടോ, ഒരു 6-7 മണിയായിട്ടുണ്ടാവണം. അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഞങ്ങൾ ചെറിയ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് രണ്ടവർക്ക് ഉപ്പ് സോഡ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടി പോയി. എൻ്റെ കൂടെ ഞാനും പോയി. ഇച്ചിരി അങ്ങനെ ഇറക്കി കിട്ടിയാലോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴതാ അവിടെ ഉപ്പിലിട്ട് ഞങ്ങളെ നോക്കി ചിരിക്കുന്നു, മാങ്ങയും നെല്ലിക്കയും ഒക്കെ. അങ്ങനെ ഞങ്ങളും വാങ്ങിയിട്ടോ. കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും കുറച്ച് നെല്ലിക്കയും വാങ്ങിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സോഡാ സർബത്ത് ഞാനും കുടിച്ചു. കുറച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുടിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ സമയവും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തിരിക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. കാരണം ഇനി അവിടെ വരെ എത്തണ്ടേ, ഒരു 2 മണിക്കൂറോളം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വിട്ടു. ഹൈസൂനും തുമ്പിക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നല്ല വിശപ്പ്. അങ്ങനെ മാമ പോയി ഒരു ഓംലേറ്റ് വാങ്ങി 2 പേർക്കും അപ്പോൾ ഫീഡ് ചെയ്തിട്ടോ. എനിക്ക് വൈൻഡപ്പ് ചെയ്യണ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിലെ ചാർജ് ഭയങ്കര കുറവായിരുന്നു. 2% നിൽക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ നിർത്തുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഡിസംബർ വെക്കേഷനൊക്കെ വരുന്നത്, അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.